ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ സൂര്യയുടെ കങ്കുവ മൂവി കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളു. എൻ്റെ പൊന്നടാവേ, അയ്യോ എന്തൊരു പടപാടേ. വൻ പ്രതീക്ഷ, വൻ ഹൈപ്പ് ഒക്കെ ആയതുകൊണ്ടും നമ്മൾ അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പടം വളരെയധികം ഡിസാസ്റ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇരുന്ന് കണ്ട നമ്മുടെ പയ്യന്മാർക്കും ഞാൻ ചോദിച്ച പല ആൾക്കാർക്കും എല്ലാവർക്കും സെയിം ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശിവ, പടത്തിൽ അഭിനയിച്ചേക്കുന്ന സൂര്യ ഉണ്ട്, ബോബി ഡിയോൾ ഉണ്ട്, ദിശ പട്ടാണി ഉണ്ട്, പിന്നെ നമ്മുടെ യോഗി ബാബു ഉണ്ട്, പിന്നെ നമ്മുടെ നെൽസന്റെ പടത്തിനകത്ത് വരുന്ന മറ്റേ പുള്ളി ഉണ്ടല്ലോ, കോമഡിയൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരൻ. സോ ആ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. പിന്നെ പടത്തിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് DSP ആണ്. പടം ഒരു പടമാടേ, കങ്കുവ കങ്കുവ. പിന്നെ ഫ്രാൻസിസ് ഉണ്ട്. പഴയ കാലം പുതിയ കാലം ഒക്കെ കൂടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പയ്യനായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ആ ഇമോഷൻ കണക്ഷൻ തന്നെ പ്രസന്റിലോട്ടും വരുന്നുണ്ട്. പക്ഷേ ആ ഇമോഷൻ കണക്ഷനൊന്നും വലിയ സുഖമൊന്നുമില്ല. പാസ്റ്റിലെ ആ ഒരു ഇമോഷണൽ കണക്ഷനൊന്നും, അത് ആ ഇമോഷണൽ കണക്റ്റായ വഴിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ഒന്നുമല്ല. ഓഫ് കോഴ്സ് എത്ര മോശം സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിലും സൂര്യയുടെ പെർഫോമൻസ് കൊണ്ട് കുറേ കൂടെ ഒക്കെ നമുക്ക് ഞെട്ടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് സൂര്യയുടെ പെർഫോമൻസും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം നമ്മൾ ഈ മറ്റേ സൂര്യപ്പൊട്ടും JBയും ഒക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ ആക്ടിങ് അല്ലെങ്കിൽ ആ ലെവലിൽ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് ഓക്കെ, ആ ടൈപ്പ് മൂവീസ് അല്ല. ബട്ട് എന്നാൽ പോലും ഭയങ്കര ഒച്ചപ്പാടാണ് ഇതിനകത്ത് കങ്കുവയുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഭയങ്കര ഒച്ചപ്പാടാണ്. ആവശ്യമില്ലാത്തടത്തും ഒക്കെ ഭയങ്കര ഒച്ചപ്പാടാണ്. എസ്പെഷ്യലി ഇതിനകത്ത് നമ്മുടെ ബോബി ഡിയോളിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്തിനാണ് ആ റോളെന്ന് പോലും മനസ്സിലായില്ല. കാരണം പുള്ളിക്ക് ഒന്നുമില്ല. അവിടെ ഇവിടെ വരുമ്പോൾ പുള്ളിയുടെ കുറച്ച് ബിൽഡപ്പും കാര്യങ്ങളും കാണിക്കുന്നു, കുറച്ച് ഒച്ചപ്പാടും കുറേ ഡയലോഗ് എന്തൊക്കെയോ പറയുന്നു, അതങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഇതിനകത്ത് ക്യാമിയോ ആയിട്ട് വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ആളൊക്കെ തന്നെയാണ്. പിന്നെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ട്. ദിശ പട്ടാണിക്കൊന്നും റോളേ ഇല്ല. സൂര്യ യോഗി ബാബു കോംബോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ എന്തൊക്കെയോ ആണ്. പക്ഷേ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് പോയി കാണാം. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഭയങ്കര നിരാശയാണ്. ഞാൻ ചോദിച്ചവർക്കും അതൊക്കെ തന്നെയാണ് അഭിപ്രായം. സോ താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അല്ലാത്തവർക്ക് OTT ഒക്കെ ആകുമ്പോൾ കാണാം. സോ കങ്കുവ ഒരു മൂവി അത്രയേ ഉള്ളൂ. സോ ആരും ഒത്തിരി എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് പോയി കാണുമൊന്നും വേണ്ട. ഒരു നോർമൽ മൂവി. സൂര്യ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറൈസേഷനെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ആവശ്യമില്ലാതെ കൊണ്ട് സെക്കൻഡ് പാർട്ടും വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് തന്നെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. ഇനി അത് വലിച്ചു നീട്ടി സെക്കൻഡ് പാർട്ട് കൊണ്ട് നിർത്തിയേക്കുവാണ്. പിന്നെ CJ വർക്കൊക്കെ അത്ര കൺവിൻസിങ് ആയിട്ടുള്ള CJ വർക്കൊന്നും അല്ല. ഒരു മുതലായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ കൊണ്ടിടെ അത് എന്തിനാന്ന് പോലും അറിഞ്ഞുകൂടെ. ആവശ്യമില്ലാത്ത കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ എനിവേ, പിന്നെ അതുപോലെ തന്നെ പുള്ളി ഇതിനകത്ത് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ലാസ്റ്റ് ഒരു വെയർ ബോഡി ഫൈറ്റ് ഉണ്ട്. ബട്ട് അത് നമ്മൾ മറ്റേ 7RV കണ്ടതുപോലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ബോഡി ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആവറേജ് ഫൈറ്റ്. ആക്ച്വലി അവിടെ വെയർ ബോഡി ഫൈറ്റ് ഒന്നും വേണ്ടായിരുന്നെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫൈറ്റ് വേറെ രീതിക്ക് കൊറിയോഗ്രാഫി ചെയ്യണമായിരുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സോ താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ OTT ആകുമ്പോൾ കാണാം. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.